എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ താണ് ഇരിക്കാം. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാനായിട്ട് ഈ ഭൂമിയിൽ ഒരവസരം കൂടെ യേശു തന്നതോർത്ത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്തൃദാസന്മാരിൽ കൂടെ തിരുവചനം ഇവിടെ ഒരു നദി ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയായി. അല്പസമയം കൂടെ കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-8 വചനങ്ങളെ ആധാരമാക്കിയാണ് ഇന്ന് നിങ്ങളോട് അല്പസമയം ക്രിസ്തുവിൻ്റെ വചനം ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വചനം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റു തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹൊരേബോളം നടന്നു. മതി. നല്ല വചനങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വേദപുസ്തക ചരിത്രത്തിലെ കരുത്തുള്ള ഒരു പ്രവാചകനും അഭിഷക്തനുമാണ് ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ്. ഏലിയാവിനെക്കുറിച്ച് അറിയാത്ത ആരുമില്ല. എന്നാൽ ഏലിയാവിനെക്കുറിച്ച് പ്രസംഗിക്കാനല്ല ഞാൻ ഈ വാക്യം എടുത്തത്. ഇന്ന് ഞാൻ കേട്ടൊരു ദൈവശബ്ദത്തോട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ദൂതം നിങ്ങൾക്ക് കൈമാറുന്നത്. ഏലിയാവെന്ന് പറഞ്ഞ കരുത്തനായ ദൈവമനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവിക ഇടപെടൽ കുറിക്കുന്ന അധ്യായമാണ് 19-ാം അധ്യായത്തിൻ്റെ ഏകദേശം 4 മുതലുള്ള വാക്യങ്ങൾ. അതിനകത്ത് 7-ഉം 8-ഉം വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഏലിയാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ മുമ്പുള്ള ചരിത്രങ്ങളിലൊന്നും എന്തുവാന്ന് വിവരിക്കുന്നില്ല. 17-ാം അധ്യായത്തിൽ പെട്ടെന്ന് വെളിപ്പെട്ട് വരിക തിശ്ബിയെന്ന് വരുന്ന തിശ്ബ്യനായ ഏലിയാവ്. അവൻ നേരത്തെ ഉപദേശിയായിരുന്നോ പരദേശിയായിരുന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവൻ വന്നതൊരു ദൈവശബ്ദവുമായിട്ടാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. പ്രാർത്ഥിക്കുന്ന ഒരുവൻ എപ്പോഴും പറയാനുള്ളത് കടങ്കഥകളല്ല, ദൈവശബ്ദമാണ്. ഈ 17, 18 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പം നമുക്കും ഏലിയാവിനെ പോലെ കരുത്തനായൊരു ദൈവ മനുഷ്യനാകണമെന്ന് തോന്നിപ്പോകും. പക്ഷെ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രതിസന്ധികളിൽ തളരുന്ന ഒരു ഏലിയാവിനെയാണ് നമുക്ക് അവിടെ പഠിക്കുവാൻ കഴിയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ എഴുതി, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഏലിയാവിന് വന്നതുപോലെ നമുക്കും ചിലപ്പം വരാം. സ്തോത്രം. ഈ 17, 18, 19 അധ്യായങ്ങളിൽ ഏലിയാവിൻ്റെ കുറച്ച് പ്രാർത്ഥനയുണ്ട്. മടുത്ത് നിൽക്കുന്ന ആരേലും ഉണ്ടേ, ഈ അധ്യായം ഒരു 3 ആവർത്തി വായിച്ചാൽ നിന്റെ എല്ലാ മടുപ്പും മാറും. സ്തോത്രം. ഏലിയാവിൻ്റെ 1-ാമത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പേരിടുക, മരണം ജീവനാക്കുന്ന പ്രാർത്ഥന. 17-ാം അധ്യായത്തിലുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലെ തീ ഭൂമിയിൽ ഇറക്കുന്ന പ്രാർത്ഥന. പിന്നത്തെ 5 പ്രാർത്ഥനയുണ്ട് പറയാൻ, അതൊന്നും ഇപ്പം പറയാൻ നേരമില്ല. പിന്നത്തെ ഒരു പ്രാർത്ഥനയാണ് സ്തോത്രം 3 ആണ്ടും 6 മാസവും മാറിപ്പോയ മഴയെ മടക്കിക്കൊണ്ടുവന്ന പ്രാർത്ഥന. അപ്പോൾ ഒരു ദൂതി ഞാൻ തുടക്കത്തിലേ പറയാം. മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ശക്തിയിൽ നിന്ന് ജീവന്റെ തുടിപ്പ് തിരിച്ചു തരാൻ ഒരു അഭിഷക്തന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ലോർഡ് ലോർഡ് എത്ര കള്ളപ്രവാചകന്മാർ കുടിയിരിക്കുന്ന മണ്ണിലും പ്രാർത്ഥിക്കുന്നവന്റെ പ്രയറിന് തീ ഇറങ്ങും.
ഓ ഹല്ലേലൂയ. ഇച്ചിരൂടെ കയറി പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ഇനി ഒരിക്കലും പെയ്യത്തില്ലെന്ന് പറഞ്ഞ ആ സ്ഥലത്തു തന്നെ ഒരു പെയ്ത്ത് നടക്കാൻ പോകുകയാണ്. ഈ ചിലർക്ക് എത്ര പ്രാർത്ഥനാവരമുണ്ടെങ്കിലും എത്ര അഭിഷേകം ഉണ്ടെങ്കിലും വെല്ലുവിളികളെ ജയിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. ഇന്നത്തെ എൻ്റെ പ്രസംഗം വെല്ലുവിളികളെ ജയിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ പ്രസംഗം. സ്തോത്രം. അത് നീ പാർക്കുന്ന വീട് തൊട്ട് നിന്റെ സന്തതി പാർക്കുന്ന രാജ്യത്ത് വരെ നിന്നെ വെല്ലുവിളിച്ച് തോപ്പിക്കാൻ നിൽക്കുന്ന ചില ദുഷ്ടശക്തികളുടെ മുമ്പിൽ നീ തളരാൻ പോകുമല്ല, വെല്ലുവിളികളെ ജയിക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. എത്ര പേരുടെ ഉള്ളിൽ കൃപ വ്യാപരിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എന്താണ് ഈ വെല്ലുവിളി എന്നൊക്കെ നമുക്ക് കഥ പറയുന്നത് പോലെ പറയാനറിയാം. അതൊന്നുമല്ല എൻ്റെ വിഷയം. കള്ളപ്രവാചകന്മാരുടെ ഗണത്തെ കൊന്നൊടുക്കിയപ്പം കള്ളപ്രവാചകരുടെ ലീഡറായ ഇസബേല് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുമ്പ് നിന്റെ പദ്ധതി ഞാൻ പൂട്ടും. പ്രാർത്ഥിച്ചു തീയിറക്കിയവൻ, പ്രാർത്ഥിച്ചു മഴ പെയ്യിച്ചവൻ, പ്രാർത്ഥിച്ചു മരണം ജീവനാക്കിയവൻ ഒരു നിമിഷം ആടിപ്പോയി. സ്തോത്രം. തളരാതെ 10 വർഷം ജീവിച്ചാലും തളരാൻ 1 മിനിറ്റ് മതി. ലോർഡ് എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം മനസ്സിലാക്കി തരുന്നു. നിന്റെ പരാജയത്തിൻ്റെ പിമ്പിൽ ഒരു തളർച്ചയാണ് നിന്നെ ബാധിച്ചതെങ്കിൽ ഇന്ന് നിന്നെ തൊട്ട് ബലപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ലോർഡ്, ലോർഡ്, ഈ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല. അവൻ എല്ലാ കാര്യവും പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ അവൻ ദൈവത്തോട് പറയും, എന്നെ കൊല്ലുന്ന കാര്യം കൂടെ അങ്ങ് ചെയ്തോണം. സ്തോത്രം, സ്തോത്രം. ഞാൻ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കാനായിട്ട് ഒരമ്മയ്ക്ക് വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ 2 പിള്ളേരും കെട്ടിയിട്ടില്ല കല്യാണം നടക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ചോദിച്ചു, പിള്ളേരുടെ കല്യാണം എന്തുവായി? പക്ഷേ വേറൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എന്തുവാ? ഞാനങ്ങ് മരിക്കാനെന്ന് പ്രാർത്ഥിക്കാവോ? അപ്പോൾ 2 വർഷം എന്നെ കൊണ്ട് കല്യാണം നടക്കാൻ പ്രാർത്ഥിപ്പിച്ചിട്ട് ഇപ്പോൾ അമ്മയുടെ തീരുമാനം മാറി, കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനങ്ങ് മരിച്ചാൽ മതി. സ്തോത്രം. അത് പറയാൻ കാരണം എന്നാണെന്നറിയോ? സ്തോത്രം. ആൻറ്റിയുടെ മനസ്സൊന്ന് തളർന്നതാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, വലിയൊരു ദൈവ പദ്ധതിക്ക് നിങ്ങളെ ദൈവം കണ്ടതാ. വെല്ലുവിളികളുടെ മുമ്പിൽ തളർന്നു പോയാൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ പരാജയപ്പെടും. പക്ഷെ നീ എത്ര പ്രാർത്ഥിച്ചാലും നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് വ്യത്യസ്ത വഴികളാണ്. ഏലിയാവ് നിന്നിടത്തുനിന്ന് ഓടി ബാല്യക്കാരെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് 1 ദിവസം വഴിദൂരം പോയി. അവിടെ കടന്നഴിച്ച് പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല, അതുകൊണ്ട് എൻ്റെ പ്രാണനെ അങ്ങ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ തീ ഇറങ്ങിയവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയേക്കാൾ വലിയ പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ചങ്ങ് മയങ്ങിപ്പോയി. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദൂതൻ വന്ന് തട്ടി. ദൈവവചനം കൊണ്ട് ഒരുവനെ തട്ടിയാലും ദൂതൻ തട്ടിയാലും ദൈവം തട്ടിയാലും എല്ലാം അത് ദൈവ പദ്ധതിയാണ്. ഒന്നാമത്തെ ദൂത് പറയാം, നീ വിചാരിക്കുന്ന പോലല്ല നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. ലോർഡ്, നീ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ ലൈഫിൽ നടക്കാൻ പോവുക. നീ പോലും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ ലൈഫിൽ നടക്കാൻ പോവുക.
ഏതു സ്ഥലത്ത് നിന്നെ തളർത്തി കിടത്തിയോ അവിടെ നിന്നു തന്നെ. ഓ ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കണം. അവൻ ഉറങ്ങിക്കിടക്കുമ്പം ഒരാൾ വന്ന് തട്ടി. അപ്പുറത്തെ പാപ്പച്ചനുമല്ല, ആരുമല്ല, ദൂതനാണ്. തട്ടി അവനെ ഉണർത്തി. അവൻ ഉണർന്നപ്പം കനലിന്മേൽ, ആ മുകളിലത്തെ വാക്യം ശ്രദ്ധിക്കാമോ? പെട്ടെന്ന് ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. മതി. ഈ ബൈബിള് പഠിക്കുമ്പോഴേ ചോദിച്ചു വാങ്ങിക്കേണ്ട വിഷയമുണ്ട്, അറിഞ്ഞു തരുന്ന വിഷയമുണ്ട്. സ്തോത്രം. ഏലിയാവിനൊരിക്കൽ കാക്ക അപ്പം കൊടുത്തു. ചോദിച്ചപ്പോ കൊടുത്തതല്ല, അറിഞ്ഞു കൊടുത്തതാണ്. ഏലിയാവ് തളർന്നുറങ്ങപ്പം കർത്താവെ അപ്പവുമായിട്ട് ദൂതനെ വിടണേ എന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ അറിഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഒന്നാമത്തെ ദൂത് നിനക്ക് അറിഞ്ഞു തരുന്ന ദൈവമാണ്. എന്നാൽ സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ ചെന്നപ്പോൾ അറിഞ്ഞു കൊടുത്തില്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ ദൂത് പറയാം, മനുഷ്യൻ തന്നാൽ ചോദിച്ചു വാങ്ങിക്കണം, പക്ഷെ ദൈവം തന്നാൽ അറിഞ്ഞു തരും. അവരാമയും പറഞ്ഞ അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്ത് പറ, ചിലതൊക്കെ അറിഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ചിലതൊക്കെ നിനക്ക് അറിഞ്ഞു തരും ദൈവം. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഒന്നുകൂടെ ഒന്ന് കൈ കൊടുത്ത് പറയാമോ? അറിഞ്ഞു തരും. യെസ്, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങനെ അന്ന് ഇന്നത്തെ പ്രാർത്ഥനയിൽ ജീസസ്, നീ ചോദിക്കാത്ത, നോക്കിയേ, ഏലിയാവിന് അപ്പം ആവശ്യം ആണ് എന്ന് ജീസസ് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അത് കാക്കയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. ഏലിയാവിന് അപ്പം ആവശ്യമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അത് ദൂതന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിന്റെ ആവശ്യം അറിഞ്ഞ് മുൻ പരിചയങ്ങളില്ലാത്ത, മുമ്പ് ആർക്കും നടന്നിട്ടില്ലാത്ത ചില പദ്ധതികൾ നിന്റെ മേൽ നടത്തി നിനക്കെന്താ, നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ പറയാം. യാഗത്തിന് മല കയറുന്ന അബ്രഹാമിന്റെ ആവശ്യം ഒരാട്ടിൻകുട്ടിയാണ്. അവിടെ ദൈവം കരുതേണ്ടത് ഒരാടിനെയാണ്. കപ്പലിൽ നിന്ന് വലിച്ചെറിയുന്ന യോനയെ അക്കരെ എത്തിക്കാൻ ആവശ്യം ഒരു തിമിംഗലമാണ്. അതിനെ അവിടെ ദൈവം കരുതി. ലോർഡ്, ഹാഗറിന്റെ കൊച്ചു നിലവിളിക്കുന്നത് മട്ടൻ ബിരിയാണിക്കല്ല, ചാകാതിരിക്കാൻ ഇച്ചിരി വെള്ളം വേണം. ആ മരുഭൂമിയെ ഉറവയാക്കി. അപ്പൊ ഒരു ദൂത് പറയാം, നിന്റെ ചെറിയ ആവശ്യം തൊട്ട് വലിയ ആവശ്യം വരെ അറിഞ്ഞെത്തിക്കാൻ കഴിയുന്ന ഒരുവനാ നീ സേവിക്കുന്ന ദൈവം. ഈ വചനം പഠിച്ചാൽ ആയുസ് നീ നിരാശപ്പെടത്തില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയറായി ഇവിടെ ഉയരാൻ പോകുന്നത്. പ്രാർത്ഥനയ്ക്കകത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്ന് ഒടുവിൽ കുറെ സമയം ഒന്ന് പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാം? അറിഞ്ഞ് തരണം. ചിലതൊക്കെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അറിഞ്ഞ്? ലോർഡ്, ചിലർക്ക് ദൈവം അറിഞ്ഞ്. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം അവൻ നോക്കിയപ്പോ കണ്ടത് കനലിന്മേൽ ഒരടയും, സ്തോത്രം, കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ അട ഇങ്ങനെ
സ്തോത്രം. വെന്തിരിക്കുക കനലിന്റെ മണ്ടയ്ക്ക്, ഒരു തുരുത്തി വെള്ളവും. ലോഡ്, ഈ പകുതി ഉറക്കത്തോടെ കഴിച്ചാൽ, ചിലപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കിടക്കുവാന്നേ, ഉച്ചയ്ക്ക് ഉണ്ണേണ്ട ചോറ് 3:30 ആയപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ച് നമ്മളെ പകുതി ഉറക്കത്തിൽ വന്ന് 4 വാരി കഴിച്ചു വന്നതിനേക്കാൾ ശീഘ്രമായിട്ട് പോയി കിടന്നുറങ്ങുന്ന അനുഭവം കണ്ടില്ലയോ? പുള്ളി ഇത് കഴിച്ച ചോറ് ഉറക്കം കൂടെ. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇത് കൊടുത്താൽ ഇവൻ ഉറങ്ങും. അടുത്തതൊന്നും ഇവന് കൊടുക്കാൻ പോവുക, ഇവൻ ഉറങ്ങത്തില്ല, ഇവൻ ഉണരും. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. നിന്നെ വെല്ലുവിളിച്ചവന്റെ മുമ്പിൽ നിന്നെ ഉണർത്തുന്നത് ദൈവത്തിന്റെ പ്ലാനാ. ഓ ഹല്ലേലൂയ. നീ പ്രാർത്ഥനയിൽ ഉണരണം, അഭിഷേകത്തിൽ ഉണരണം, ദൈവകൃപയിൽ ഉണരണം. നിന്നെ വെല്ലുവിളിച്ചവർ ഓ സ്തോത്രം, 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 സ്തോത്രം. ഏലിയാവിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. നീ സീദോനോട് ചേർന്ന് സാരാഭാത്തിലേക്കൊന്ന് പോണം. എന്തുവാ? അതെന്നാ കാര്യം? നീ അതിലെ ഒന്ന് നടന്നു. അല്പം കഴിയുമ്പോൾ നിന്റെ എതിരാളിയുടെ രക്തം നായ്ക്കൾ നക്കേണ്ട സ്ഥലമാ. ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൂത് പറയാം, വെല്ലുവിളി എന്നും നിൽക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ വെല്ലുവിളിക്ക് ഫുൾ സ്റ്റോപ്പ് വീഴും. ഓ ഹല്ലേലൂയ. കൃപ, 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 കൃപ. ദൂതൻ വന്ന് സ്തോത്രം അവനെ തട്ടി. ലോർഡ്, ഈ ബൈബിള് നിങ്ങൾ പഠിക്കണം. ഈ ബൈബിളിൽ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോഴേ ചില മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവം എന്നെ ഒന്ന് തൊടണം, ദൈവത്തിന്റെ ദൂതൻ എന്നെ ഒന്ന് തൊടണം, ദൈവവചനം എന്നെ ഒന്ന് തൊടണം. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് നിനക്കൊരു ദൈവസ്പർശനം ഉണ്ടാകണം. സ്തോത്രം, സ്തോത്രം. നിന്റെ വീടിനെ ദേശത്ത് അപമാനിച്ചവരുടെ മുമ്പില് നിന്നെ ദൈവം തൊട്ട വാർത്ത യേശുവിന്റെ നാമത്തില്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ ഇന്നൊരു ആത്മീക ദൂത് നിങ്ങളോട് പറയാം. നിങ്ങളിൽ ചിലർ കൊതിക്കണം ഇന്നും നിങ്ങളെ ദൈവം ഒന്ന് തൊടാൻ. ഓ ഹല്ലേലൂയ. ഒരിക്കല് പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്ക ചെന്നേച്ച് പറയുക, കർത്താവിന്റെ സ്തോത്രം, എൻ്റെ കുഞ്ഞു മകൾ അത്യാസന്നത്തിലിരിക്കുന്നു. മർക്കോസ് 5:23. അവൻ യേശുവിനോട് പറയും, എൻ്റെ കുഞ്ഞു മകൾ അത്യാസന്ന നിലയിൽ കിടക്കുക. ഒന്ന് വായിക്കോ. എന്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട് അവൾ രക്ഷപ്പെടണം, എനിക്ക് ആഗ്രഹമുണ്ട് അവൾ ജീവിക്കണമെന്ന്. ഞാൻ പോകാവുന്നവിടെ എല്ലാം പോയി, ഒരു രക്ഷയുമില്ല. പക്ഷെ നീ ഒന്ന് തൊട്ടാൽ, ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വിലാപങ്ങളെ നൃത്തമാക്കാൻ, സങ്കടങ്ങളെ സന്തോഷമാക്കാൻ ദൈവത്തിന്റെ ഒരു തൊടിയിൽ മതി. സ്തോത്രം. അപ്പം നിങ്ങളെ കൊണ്ട് കഴിയാത്ത വിഷയങ്ങൾ വരുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിഷയത്തെ ഒന്ന് തൊടണമേ. ഓ ഹല്ലേലൂയ. ഞാനൊരു ശബ്ദം, ദൈവശബ്ദം കേൾക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ ചില വിഷയത്തെ ദൈവം തൊടും, നിന്റെ തലമുറയുടെ വിഷയത്തെ ദൈവം തൊടും. ഓ യേശു. ലോർഡ്, ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായി. രണ്ടാമത് ആ സ്ത്രീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുക. സ്കാനിങ്ങിൽ 6-ാം മാസത്തെ സ്കാനിങ്ങിൽ തെളിഞ്ഞു ആ കുഞ്ഞിന്റെ വലതുകാൽ ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. സ്തോത്രം. 3 ഹോസ്പിറ്റൽ മാറി മാറി സ്കാൻ ചെയ്തു, അപ്പോഴെല്ലാം കാല് വളഞ്ഞിരിക്കുക. ലോർഡ്, എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. സ്തോത്രം. സ്കാനിങ് ഇങ്ങനെ കാല് വളഞ്ഞിരിക്കുക. എനിക്ക് ഒരു അരുളപ്പാടും ദൈവത്തിൽ നിന്ന് കിട്ടിയില്ല.
2 ആഴ്ച കഴിയുമ്പം വീണ്ടും അവർ വന്നിരിക്കുക. അതെന്താ കാര്യം? ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാലിന് പ്രശ്നമുണ്ട്, അവൻ ഒരിക്കലും നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ ഒരു ദൈവശബ്ദം കേട്ടില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് തൊടും. ഞാൻ അവരെ രാത്രി 12:30 വിളിച്ചു പറഞ്ഞു, ദൈവം പറയുന്നു നിന്റെ കുഞ്ഞിനെ ദൈവം തൊടും. ഓ, എന്തുവാ ഈ തൊടിയിലെന്ന് പറയാനാ? എന്നോട് ഹോളി സ്പിരിറ്റ് പറയാ, കൊതിക്കണം. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത നിന്റെ പ്രോബ്ലത്തെ യേശു തൊടണം. ഓ, യേശുവിന്റെ നാമത്തില് അല്പസമയം സ്തോത്രം ചെയ്യ. യേശു, ഇന്ന് നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ യാത്രയുടെ തടസ്സത്തെ ദൈവം തൊടട്ടെ. നിന്റെ കുഞ്ഞിന്റെ ഇവിടെ വലിയ ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകുക. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്, ഇന്ന് ദൈവം നിന്നെ തൊടുകയാണ്. ആ സ്ത്രീ നല്ല സൗന്ദര്യമുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ ഡോക്ടർമാർ ആദ്യം നോക്കിയത് സ്കാനിങ്ങിൽ വളഞ്ഞ കാല, പക്ഷെ ജനിച്ചപ്പോൾ നോർമൽ കാലായി കുഞ്ഞിന്റെ. ഇതിനിടയ്ക്ക് ഒറ്റ ശബ്ദമേ ഉള്ളൂ, ഞാനൊന്ന് തൊടും. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് നിന്നെ ഏറെ അലട്ടിയ വിഷയത്തിനകത്ത് ഈ ശബ്ദം നീ കേൾക്കണം. കർത്താവേ, ഒന്ന് തൊടണം. യേശുവേ, ഒന്ന് തൊടണം. എല്ലാവരും പ്രാർത്ഥിച്ച, യേശുവേ, yes, yes Lord, yes Lord, yes Lord. യേശുവിന്റെ നാമത്തിൽ ദൈവമേ ഒന്ന് തൊടണേ. യേശുവേ ഒന്ന് തൊടണേ. യേശുവേ, യെസ്. ചിലരെ നിന്റെ രോഗമുള്ള ആ പാർട്ടിൽ ദൈവം ഒന്ന് തൊടാൻ പോവുക. നിന്റെ കടബാധ്യതയെ ദൈവം തൊടാൻ ലോർഡ്. നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥന കയറുവോ? ഈ ബൈബിള് നിങ്ങൾ പഠിക്കണം. ബൈബിള് നിങ്ങൾ പഠിച്ചു പോയി. ആരെ ദൈവം തൊട്ടിട്ടുണ്ടോ? ലോർഡ്. ആ തൊട്ടവരിലെല്ലാം വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. ഒരാമയും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഗം പറഞ്ഞു വാ. ഈ ദൂതിന്റെ ഒരു ഭാഗത്തോട്ട് വരണം. അതുകൊണ്ടാ ഇങ്ങനെ പോയാൽ എങ്ങും എത്തുകയില്ല. നയീനിലെ വിധവയുടെ മകൻ മരിച്ചു. ഒരു മഞ്ചത്തിൽ അവനെ എങ്ങോട്ട് കൊണ്ടുപോവാ? സെമിട്രിയിലോട്ട്. സ്തോത്രം. മരിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലായ്മപ്പെട്ടു. സെമിട്രി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തടത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ വഴിയിൽ വെച്ച് അവനെ കൊണ്ടുപോകുന്ന മഞ്ചത്തെ യേശു തൊട്ടു. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ചില കടിച്ചു വലിച്ചോണ്ട് പോകുന്ന ചില ദുഷ്ടശക്തികളുടെ പ്രഹരത്തിനിടയിൽ ഒരു തൊടിയില് കൃപ കൃപ. യെസ്. ഓ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നീ ജനിച്ചിട്ട് ഇതുവരെ അനുഭവിക്കാത്തൊരു തൊടിയില് ആര് പുറകോട്ട് വലിച്ചാലും നീ പോകുകയല്ല. കാരണം നിനക്കൊരു സ്പർശനം. ഓ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഒരിക്കല് 16 വർഷം തളർന്നു കിടന്നൊരു മനുഷ്യൻ ഞാൻ പ്രസംഗിക്കാൻ പോയൊരു വേദിയിൽ സാക്ഷി പറയാൻ വന്നു. ആ മനുഷ്യൻ പറയുക, 16 വർഷം തളർന്ന് ഒരു ബെഡിലായിരുന്നു. മെഡിക്കൽ സയൻസ് പറഞ്ഞ് എഴുന്നേക്കത്തില്ല. ഫിസിയോതെറാപ്പിക്കാർ പറഞ്ഞു ഒരു രക്ഷയില്ല. ഫുള്ള് കട്ടിലല്ല. കുടുംബ പ്രാർത്ഥന ആ ബെഡ്റൂമിനകത്താ. ഇടയ്ക്കൊക്കെ ആരെയും ഉപദേശിമാരൊക്കെ പ്രാർത്ഥിക്കാൻ വരും. ഒരു ദിവസം രാത്രി താൻ ഉറങ്ങിക്കിടന്നപ്പോ 1000 ലൈറ്റ് കത്തുന്ന ഒരു പ്രകാശം ആ വീട്ടിലുണ്ടായി. സ്തോത്രം. അതിന്റെ തൊട്ട് താഴെ തന്റെ ഭാര്യ കിടന്നുറങ്ങുന്നുണ്ട്. അവനാരും കാണുന്നില്ല. ഒരു മനുഷ്യൻ ആ വെളിച്ചത്തിൽ വന്ന് ഇവന്റെ കാലിന്റെ തള്ളവരലിൽ പിടിച്ച് ഒന്ന് ഷെയ്ക്ക് ചെയ്തു. പുള്ളി പറയാ, ഇപ്പോഴും ആ പിടുത്തവന്റെ വിരളെന്ന് പോയിട്ടില്ല. അന്ന് രാവിലെ താൻ ഭാര്യ എഴുന്നേറ്റ് പോയപ്പോൾ താനും എഴുന്നേറ്റ് പോയി. ലോർഡ്, ഹീലായി.
അദ്ദേഹം സാക്ഷി പറയാ, മോനെ 16 വർഷം നിന്നെ ബന്ധിച്ചാലും ഒറ്റ രാത്രി ഒന്ന് തൊട്ടാൽ പ്രതീക്ഷ കൈവിടരുത്, അവസാനിക്കാൻ പോകുമല്ല. ഞാൻ പാലക്കാട് എന്നപ്പം ഒരു ദൈവദാസൻ എന്നെ കാണാൻ വന്നു പേഴ്സണലി. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു വെച്ച് പറഞ്ഞു, പാസ്റ്റർ, ഞാനൊരു പാസ്റ്ററാണ്. ജീസസ്, ഒരു ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം അടച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒന്നും പുറത്തു വരുന്നില്ല. 3.5 വർഷം ഒത്തിരി ആശുപത്രിയിൽ പോയി, സൗഖ്യമായില്ല. ലോർഡ്, ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ, ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. എന്നോട് നാക്ക് നീട്ടാൻ പറഞ്ഞു. ആ നാക്കിലേക്ക് തേൻ പോലെ എന്തോ എൻ്റെ നാക്കിലൊഴിച്ചു. അനുഭവമാ. ജീസസ്, ഞാൻ 3.5 വർഷത്തിന് ശേഷം ആ പ്രാർത്ഥനയുടെ പായ ഇരുന്നുകൊണ്ട് പ്രൈസലോട് പറഞ്ഞു. ഒരു ആമീൻ വരുന്നില്ല. ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം, നിന്റെ ഏത് അവയവത്തെയും നിന്റെ ഏത് പ്രശ്നത്തെയും ദൈവം തൊട്ടാൽ, പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ലൈവിൽ കണ്ടോണ്ടിരുന്നാലും ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എന്നെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. ആ നെഞ്ചത്ത് കൈവച്ച് പറ, കർത്താവേ എന്നെ ഒന്ന് തൊടണേ. ഒന്ന് മാത്രം മതി. നിന്റെ ഫൈനാൻസ് ആകട്ടെ, ഹെൽത്ത് ആകട്ടെ, എന്തുമാകട്ടെ, കർത്താവേ എന്നെ ഒന്ന്. എന്നോട് ദൈവാത്മാ പറയാം, നിന്റെ ഗതികേട് മാറ്റുന്നൊരു തൊടിയില്, നിന്റെ സ്ഥിതി മാറ്റുന്നൊരു തൊടിയില്. ഓ ഗ്ലോറി. ശ്രദ്ധിക്കണം, യേശു മഞ്ചം തൊട്ടു, പിന്നെ 1 ഇഞ്ച് ആ മഞ്ചം സെമിട്രിയേക്ക് ഉരുണ്ടില്ല. ഏതു വഴി വന്നോ തിരിച്ചാ മഞ്ചം തിരിഞ്ചുരുണ്ടു. കാരണം എന്താ? എത്ര പരാജയത്തിൽ വലിച്ചോണ്ട് പോയാലും തിരിച്ചു പിടിക്കാൻ യേശുവിന്റെ ഒറ്റ തൊടിയിൽ മതി. ഇനി ഇച്ചിരിയുടെ കയറി ഒരു ദൂത് പറയാം, എന്നിട്ടൊരു വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. പത്രോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുക. അപ്പോസ്തലരുടെ 12:7 പഠിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. നിന്റെ മേൽ എത്ര ചങ്ങല ഉണ്ടെങ്കിലും ആ ചങ്ങല മൊത്തം പൊട്ടാൻ ഒറ്റ തൊടിയിൽ മതി. ഓ ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, ലോർഡ്, ഇന്ന് ദൈവത്തിന്റെ തൊടിയിൽ, ചങ്ങലകളെ പൊട്ടിക്കുന്ന തൊടിയിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓ യേശുവിന്റെ നാമത്തില് സ്തോത്രം. പക്ഷെ ഒടുവിൽ ഇച്ചിരി സമയം തരും ഒന്ന് പ്രാർത്ഥനയിൽ പോരാടാൻ. എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാം? ഇന്നും നിന്നെ ദൈവം തൊടണം. ഇനി നിങ്ങൾക്ക് ഏറ്റവും സ്തോത്രം ആത്മാവിന്റെ നിറവിൽ പോകുന്നൊരു ദൂതിലോട്ട് ഞാൻ വരുവാ. നിങ്ങൾ നോക്കിയേ, ആരും നിന്നെ ബന്ധിച്ചാലും അവരല്ല അഴിക്കുന്നത് ദൈവസ്പർശനമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഏത് രാജാവ് ബന്ധിച്ചാലും, ഏത് മന്ത്രി ബന്ധിച്ചാലും, ഏത് തന്ത്രി ബന്ധിച്ചാലും, ഏത് ആഭിചാരകർ ബന്ധിച്ചാലും അത് അഴിക്കാൻ. ഇന്ന് പകൽ ചിലരെ ദൂതന്മാർ തട്ടട്ടെ. നിന്റെ ഉള്ളിൽ തന്നെ ബോധ്യമുണ്ടാകും. നിന്റെ ഉള്ളിൽ ബോധ്യം കണ്ടോ ചിലരെ ഈ ദൂത് നിങ്ങളൊരു 10 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയറാണ്. ആ പ്രയറിലോട്ട് കയറാൻ പോവുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇന്നൊന്ന് തൊടണമെന്ന്? അപ്പൊ ദൈവം തൊട്ടാൽ രോഗമഴിയും. ദൈവം തൊട്ടാൽ മരണദൂതന്റെ ശക്തികൾ അഴിയും. ദൈവം തൊട്ടാൽ അവസാനത്തിലേക്ക് വലിച്ചോണ്ട് പോകുന്ന യാത്ര സ്റ്റോപ്പാവും. ദൈവം തൊട്ടാൽ നിന്നെ കെട്ടിയ കെട്ട്. ഇനി ഒരു കാര്യം പറയാം. ഹെരോദ രാജാവിന്റെ ഭടന്മാർ
കുന്തവും പിടിച്ചോണ്ട് കുന്തം വിഴുങ്ങിയവനെ പോലെ നിൽക്കുമ്പം ഇടയ്ക്കൂടാ ദൂതന്റെ പരിപാടി. ഞാൻ ഇനി ഒരു ദൂത് പറയാം. നിന്റെ ശത്രു കാണുക തന്നെ ദൈവം മേശയൊരുക്കും. വിശ്വാസമുണ്ടോ നിനക്ക്? വിശ്വാസമുണ്ടോ നിനക്ക്? ദൈവത്തിന് ഏതു ശത്രുവിന്റെ മുമ്പിലും നിന്റെ കെട്ടഴിക്കാൻ കഴിയും. ഓ കൃപ ദൈവത്തിന് കൃപ 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 കൃപ. സ്തോത്രം. ഇനി ഒരു ചോദ്യം. ഇപ്പൊ ഞാൻ 3-4 കാര്യം പറഞ്ഞു. ഒന്ന്, ദൂതൻ നിന്നെ തൊട്ടാൽ നീ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കും. കാരണം എഴുന്നേപ്പിക്കുന്ന ദൂതൻ തരുന്നേ. ദൂതൻ തൊട്ടേച്ച് പറഞ്ഞാൽ കേൾക്കണോ? നിനക്ക് ദൂരയാത്ര. നിന്റെ കണ്ണിൽ ഇപ്പോൾ ഏറ്റവും ഒടുവ് ഈ മരുഭൂമിയാ. പക്ഷെ ഇനി ഒടുവല്ല, ചില തുടക്കം വരാൻ പോവുക. നിനക്ക് ഇനിയും ഒരു അപ്പൊ ഒന്ന്, ദൈവം തൊട്ടാൽ നിന്നെ എവിടെ നിരാശ ബന്ധിച്ചോ അവിടുന്ന് നീ എഴുന്നേക്കും. ദൈവം തൊട്ടാൽ നിന്റെ ഏത് മാരക രോഗം സൗഖ്യമാവും. ദൈവം തൊട്ടാൽ നിന്റെ മരണയാത്ര അവസാനിക്കും. ദൈവം തൊട്ടാൽ നിന്റെ ചങ്ങല പൊട്ടും. ഓ ജീസസ്, 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 ഓ ലോർഡ്. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു 40 മിനിറ്റായിട്ട് പ്രസംഗിക്കുക. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഇത്രയും വചനം കേട്ടിട്ട് നിങ്ങൾക്ക് ദൈവം ഒന്ന് തൊടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ചോദ്യം, എന്ത് ചെയ്താൽ ദൈവം തൊടും? ചെയ്യേണ്ട 7 കാര്യമുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞേച്ച് ഒരു തൊടിലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ യേശുവിൻ്റെ നാമത്തിൽ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യം വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ച് ബൈബിൾ അങ്ങ് അടക്കിയതാണല്ലേ. നിങ്ങൾ എന്നെ നോക്കാം. പ്രാർത്ഥനാന്തരീക്ഷത്തിലോട്ട് കയറാൻ പോവാ. ലൈവിലുള്ളവരും പ്രാർത്ഥിക്കണം. പ്രസംഗം കഴിയുമ്പം പോകരുത്. പ്രയർ. ഇത് ജീവിതത്തിൽ ദൈവസ്പർശനം അനുഭവിച്ച ഒരു മനുഷ്യന്റെ അനുഭവം ബൈബിളിൽ എടുത്തെഴുതിയ ഭാഗമാണ്. ഈ മനുഷ്യന്റെ പേര് യാക്കോബ് എന്നാണ്. ഇവൻ സ്പർശിക്കപ്പെട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലാണ് ഇവനെ ദൈവം സ്പർശിച്ചത്. സ്തോത്രം. പ്രയറില. യാക്കോബിന്റെ ജീവിതത്തിൽ ആർക്കുമില്ലാത്ത പ്രതിസന്ധി യാക്കോബിനെ കൊണ്ടിട്ട് യാക്കോബിനെ ഒറ്റയ്ക്കാക്കിയേച്ച് ആരും പ്രാർത്ഥിക്കാത്ത പോലെ യാക്കോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹോശേയ പ്രവചനമൊക്കെ എഴുതിയപ്പോൾ അവിടെ എഴുതിയിട്ടാണ് അവൻ കരഞ്ഞ് ദൈവത്തോട് മല്ല് പിടിച്ചു. അപ്പൊ ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം. ഈ ഫ്രൈഡേ ലോർഡ്, ഈ ഫ്രൈഡേ ആരും പ്രാർത്ഥിക്കാത്തതുപോലെ നീ പ്രാർത്ഥിക്കണം. ലോർഡ്, ചിലര് പ്രയർ നിർത്തിയാലും നീ പ്രയർ നിർത്തരുത്. നമ്മളിപ്പോ ഇരിക്കുന്നത് ജീസസ് വോയിസ് എന്ന് പറയുന്ന ചർച്ചിനകത്താണ്. നിങ്ങൾക്കറിയാം, 10 വർഷം ഞാൻ ഹൈ റേഞ്ചിന്റെ മണ്ണിൽ 365 ദിവസത്തിൽ 350 ദിവസവും പാർത്ത് പോയി ശുശ്രൂഷ ചെയ്ത് ഗ്രാമങ്ങളിൽ ധാരാളം ചർച്ചുകൾ ഉണ്ടാക്കി. ഇപ്പോൾ നമുക്കവിടെ മിക്കവാറും ഗ്രാമങ്ങളിലെല്ലാം നമുക്ക് ചർച്ച ഉണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം.
അപ്പം ഞാൻ വിചാരിച്ചു കൺവെൻഷന് പ്രസംഗിക്കുക, വിദേശ രാജ്യങ്ങളിൽ പ്രസംഗിക്കുക, ഗ്രാമങ്ങളിൽ ചർച്ച സ്ഥാപിക്കുക, അതാണ് എൻ്റെ മേലുള്ള ദൈവവിളിയെന്ന് ഞാൻ മനസ്സിലാക്കി. 2 മാസം കൂടുമ്പോൾ 10ഉം 100ഉം പാസ്റ്റർമാരെ കൂട്ടി ഒരു 3 ദിവസത്തെ പ്രാർത്ഥന വെക്കും. ഞങ്ങളാരും എങ്ങും പോകുകയല്ല. 3 പകലും രാത്രി ഒരിടത്ത് പാർത്ത് പ്രാർത്ഥിക്കും. ഒരു ദിവസം രാവിലെ ഞങ്ങൾ തുടങ്ങിയ ഫാസ്റ്റിംഗ് സാധാരണ 2 മണിക്ക് തീരേണ്ടതാ 7:30 തീർന്നില്ല. 7:30 ആയപ്പോൾ എയർ ഫില്ല് ചെയ്തൊരു ബോള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭവം ഞങ്ങൾക്കെല്ലാം ഉണ്ടായി. ഞാൻ ഇപ്പോൾ ഓർക്കുക, അവിടെ വ്യാപരിച്ച ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ ആത്മതലങ്ങൾ തുറന്നു. കൊല്ലിയ മിന്നുന്നവരൊരു മിന്നൽ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, മല ഇറങ്ങാൻ സമയമായി. മല ഇറങ്ങാൻ, അതാണ്, ആ ശബ്ദമാണ് ഇന്നിവിടെ മുഴങ്ങിയിരിക്കുന്ന ജീസസ് വോയിസ്. അല്ലാതെ നാട്ടുകാർ പറഞ്ഞപ്പോൾ തുടങ്ങിയതല്ല, മേളിൽ നിന്നുള്ള ശബ്ദമാ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ അടുത്ത പ്ലാൻ വെളിപ്പെടും, പ്രാർത്ഥിച്ചാൽ അടുത്ത ലെവലിലുള്ള അനുഗ്രഹം. യാക്കോബേ, നിന്റെ നിന്ന മാറാൻ സമയമായി. യാക്കോബേ, ആരോട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവശബ്ദം കേൾക്കാൻ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പാട്ടുകാരൻ ഒരിക്കൽ പാടി, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുമ്പേ നടന്നു ഞങ്ങളെ കേൾപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട്, നിന്റെ മുമ്പിൽ പോകേണ്ടത് ഇടയനാണ്. ആ ഇടയനാണ് നിന്നോട് സംസാരിക്കേണ്ടത്. നിന്നെ നാട്ടുകാരല്ല നടത്തുന്നത്, നിന്നെ നടത്തുന്നത് ദൈവമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആരോടോ ദൈവം പറയാം, നിന്റെ ജീവിതത്തിന്റെ ഈ പ്രായം വരെ നടക്കാത്തത് യാക്കോബിനുണ്ടായ ഒരു തൊടിയിലിന്റെ അനുഭവം. അൻപുള്ള സ്വരം, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. യാക്കോബിനോട് ചോദിച്ചാൽ, യാക്കോബേ, നിനക്ക് മറക്കാനൊക്കാത്ത എന്തേലും അനുഭവം ഉണ്ടോ? അവൻ പറയും, കല്യാണം കഴിച്ചതല്ല, ലാബാന്റെ സമ്പത്ത് കിട്ടിയതല്ല. ഒറ്റ അനുഭവമുണ്ട്, പ്രാർത്ഥനയിൽ എന്നെ ഒന്ന് തൊട്ടു. ആ ചൂടടയാളം മരിക്കുന്ന ദിവസം വരെ എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. ലോർഡ്, ഇന്ന് നിങ്ങൾ കൊതിക്കണം, കർത്താവെ എന്നെ ഒന്ന് തൊടണം, യേശുവെ എന്നെ ഒന്ന് തൊടണം. എത്ര പേർ കൊതിക്കുന്നുണ്ട്, കർത്താവെ എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് തൊടണം. ലോർഡ്, എന്നെ ഒന്ന് തൊടണം. ജീസസ്, നിന്റെ കുടുംബത്തിന്റെ നിന്ന മാറാൻ പോവുക. നിന്നെ നിന്ദിച്ചവരെല്ലാം വന്നിക്കുന്ന ദിവസങ്ങൾ വരുന്നു. സ്റ്റക്കായി കിടന്നതെല്ലാം ഞങ്ങൾ വചന വെളിപ്പാട് നിന്നുകൊണ്ട് വചനം കൊണ്ട് വചനത്തെ തെളിയിച്ചോണ്ടാ ദൂത് പറയുന്നത്. ആരാധിക്കുന്ന ചിലരോ യേസ് കൃപ കൃപ കൃപ
ഓ, ചിലരെ ദൈവം തൊടുന്നു, ചിലരെ യേശു തൊടുന്നു, ചിലരെ നീ ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കെടുത്തിയ വിഷയത്തെ ദൈവം തൊടുക. യെസ്, ആർക്കും ഇല്ലാത്ത അനുഭവമൊക്കെ നമുക്ക് തരുന്ന ഓർത്തോണം. ഞാൻ ഈ അനുഭവം ജോഷി പാസ്റ്റോട് പറയുമ്പോഴോ, ഞാൻ ഈ അനുഭവം റോബിൻ പാസ്റ്റോട് പറയുമ്പോഴോ, ഞാൻ ഈ അനുഭവം കെനസിനോട് പറയുമ്പോഴോ ഒന്നും അവരൊന്നും ആത്മാവിലാകണമെന്ന് നിർബന്ധമില്ല. അവരാത്മാവിലായില്ലേലും ഞാൻ ചാകുന്നിടം വരെ എനിക്ക് കിട്ടിയ അനുഭവം എന്നെ ഇങ്ങനെ കുതിപ്പിച്ച് നിർത്തും. ജീസസ്. യാക്കോബ് പറയാ, വെല്ലുവിളി ഏതു വേണേ വന്നോട്ട്, ഇന്നും എൻ്റെ ശരീരത്തിലെ ചൂടടയാളം പോയിട്ടില്ല, ഇന്നും എൻ്റെ ശരീരത്തിൽ ആ സ്പർശനം നിൽക്കുക. നിന്നെ വെല്ലുവിളിക്കാൻ ആരെല്ലാം എഴുന്നേറ്റാലും യാക്കോബേ, നീ രാജാക്കന്മാരെ അനുഗ്രഹിക്കാനുള്ളവനാ. നീ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രസംഗമല്ല, ഇന്ന് പ്രയറാ. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. ഇന്നും നീ അനുഗ്രഹം പ്രാപിച്ച വിടുന്ന് പോകാവൂ. ഇന്ന് നിയോഗമുള്ളവരൊക്കെ എഴുന്നേക്കും പ്രാർത്ഥിക്കാൻ. നിങ്ങൾ തയ്യാറാണോ അടുത്ത കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥനയിൽ പോരാടാൻ? ജീസസ്, ഞാൻ നിങ്ങളോട് പറയാം, 7 hours 12 hours ഒക്കെ പ്രയർ വെക്കുന്ന എന്തിനാ? സ്വാമി, ഞങ്ങൾക്ക് വേറെ ജോലിയില്ല, ഞാൻ നിയോഗങ്ങളാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്കൊരു അനുഭവം ഉണ്ടാകാൻ പോവുക. നിന്റെ വീട്ടിൽ ആർക്കും ഉണ്ടാകാത്ത അനുഭവം നിനക്ക് മുമ്പ്. യാക്കോബിനെ തൊട്ട പോലെ അല്ല നിന്നെ തൊടുന്നത്. യാക്കോബിനെ അനുഗ്രഹിച്ച നന്ദി കർത്താവേ. ഒന്ന് പ്രാർത്ഥിച്ച്, എന്നെ തൊടു കർത്താവേ, എന്നെ ഒന്ന് തൊടപ്പാ. നിൻ സാന്നിധ്യത്തിൽ പറയാ കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ പറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാ. ബാക്കിയൊക്കെ ഞായറാഴ്ച ഒത്താ പ്രസംഗിക്കാം. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. റെഡിയാണോ നിങ്ങൾ? ദൈവം നിന്നെ തൊടുന്ന ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അത് പ്രയറാ. അതെന്താ? പ്രാർത്ഥന. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, പ്രാർത്ഥന നിന്നെ തൊടുമെന്ന് പറഞ്ഞു ദൈവം. പ്രാർത്ഥന നിന്നെ തൊടും, പ്രാർത്ഥന നിന്നെ തൊടും, പ്രാർത്ഥന നിന്നെ തൊടും, പ്രാർത്ഥന നിന്നെ. ഞാൻ ഒരു ദിവസം ചെങ്ങന്നൂക്കാരനൊരു മനുഷ്യൻ തിരുവല്ല യോഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ചെങ്ങന്നൂക്കാരൻ ഒരു മനുഷ്യൻ ഇങ്ങനെ കൈകെട്ടി നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണുക. ഞാൻ കാണുക ഈ മനുഷ്യൻ്റെ സ്തോത്രം, ഈ കൈക്കകത്തെ ഇത്രയും ഭാഗം ഒരു കത്തി കൊണ്ട് കീറിയിട്ട് വിഷം കാണുക. അസ്ഥി വെളിയിലെടുത്തിട്ട് അസ്ഥിയും കൂടെ ഒട്ടിച്ചിട്ട് തിരിച്ചു വെച്ച് കുത്തിക്കെട്ടുന്നു. ഞാൻ പുള്ളിയെ മുമ്പിൽ വിളിച്ചു, നിങ്ങളുടെ കൈക്ക് എന്താ പ്രശ്നം? പുള്ളി പറയാ, 13 വർഷമായി പൊട്ടിയേക്കുക, ഇങ്ങനെ വെക്കാൻ പറ്റും. ലോഡ്, ഞാൻ ഒരു ഷിപ്പിംഗ് കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാ, ജോലി നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൈ ഇരിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങളുടെ കൈ സൗഖ്യമായി. എപ്പോഴാ? താത്തിട്ടപ്പ അറിയാം. താത്തിട്ടപ്പ കൈ തഴയ ലെവലിലായി, പൊക്കാൻ പറ്റി, താക്കാൻ പറ്റി, വേദനയില്ല, അന്ന് സൗഖ്യം. എന്നോട് എങ്ങനെ പറഞ്ഞ്, നിന്നെ ദൈവം തൊടുന്ന ഞാൻ കണ്ടു. എന്നോട് ദൈവം പറയാ, ചിലരുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് തൊടും, ചിലരുടെ ആത്മീക മേഖല. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, കൊതിയാണപ്പാ,
നിൻ സാന്നിധ്യത്തിൽ മറയാ. ഒന്നുകൂടെ വാ തുറന്ന് പാടിക്കേ. കൊതിയാണപ്പാ 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 നിൻ ഹിതങ്ങൾ ചെയ്യുവാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. ഓ എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണം.